ആത്മീയ വഴികാട്ടി എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കുണ്ടായിരിക്കേണ്ട വിശ്വാസത്തെക്കുറിച്ച് തന്നെയാണ് ഈ ക്ലാസ്. ഇതൊരു ബൈബിൾ കോളേജിലും പഠിപ്പിക്കുന്ന വിഷയമല്ല. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനിത് പറയുന്നത്. അതുകൊണ്ട് ഇത് ഷെയർ ചെയ്തു കൊടുക്കണം, കമൻ്റ് ഇടണം, ചോദ്യങ്ങൾ ചോദിക്കണം, വിമർശിക്കണം. എങ്കിലേ ഇതിൻ്റെ ആഴങ്ങളിലേക്ക് എനിക്കും ഇറങ്ങിച്ചെല്ലാൻ കഴിയൂ. എനിക്ക് കിട്ടിയ ഈ അറിവുകൾ കർത്താവിൻ്റെ ആത്മവ്യക്തിത്വം എന്നെ പഠിപ്പിച്ചതാണ്. 1 കൊരിന്ത്യർ 8:6 നമുക്ക് ഒന്ന് വിചിന്തനം ചെയ്യാം. ഓരോ സെൻറ്റൻസായി പറയാം. തുടക്കം, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്നാണ്. ദൈവം ഏകനാണ്. ആ ദൈവം യേശുക്രിസ്തുവിൻ്റെ പിതാവാണ്. യേശുക്രിസ്തു യോഹന്നാൻ 5:38 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ അവൻ്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവൻ്റെ രൂപം കണ്ടിട്ടില്ല. മനുഷ്യരായ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയില്ല എന്ന് വെച്ച് ദൈവത്തിന് രൂപമില്ലെന്ന് യേശുക്രിസ്തു പറഞ്ഞിട്ടില്ല. യോഹന്നാൻ 6:46 പിതാവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ട് എന്നല്ല, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ മാത്രമേ ദൈവത്തെ കണ്ടിട്ടുള്ളൂ. വന്നവൻ യേശുക്രിസ്തുവാണ്. അപ്പോൾ സ്വർഗത്തിൽ പിതാവിനെ യേശു കർത്താവ് കണ്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ ദൈവം ആത്മസ്വരൂപനാണ്, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ ആയിരിക്കുന്നവനുമാണ്. ഉപമ പ്രകാരം പറയാമെങ്കിൽ സൂര്യനോട് ഉപമിക്കാം. സൂര്യൻ ആകാശത്താണെങ്കിൽ സൂര്യകിരണങ്ങൾ ഭൂമിയിലെല്ലായിടത്തുമുണ്ട്. ദൈവം സ്വർഗത്തിലാണെങ്കിലും ദൈവാത്മചൈതന്യം എല്ലായിടത്തുമുണ്ട്. മനുഷ്യർക്ക് ആത്മചൈതന്യത്തെ ഉള്ളിലേക്ക് സ്വീകരിക്കണമെങ്കിൽ വിശുദ്ധി വേണം. വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. ഇവിടെയാണ് യേശു കർത്താവിൻ്റെ സ്വീകാര്യത്തിൻ്റെ പ്രാധാന്യം ഉള്ളത്. യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യാഗമായി എന്ന് വിശ്വസിക്കുകയും പാപങ്ങൾക്കുള്ള വിടുതലിനായി യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഗുരുവായി സ്വീകരിക്കുക. ഇവിടെ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക് നാം വരേണ്ടതുണ്ട്. വിചിന്തനം ചെയ്യുന്ന വചനത്തിലേക്ക് തന്നെ കടന്നു വരാം. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. ഇവിടെ പറയുകയാണ് നാം ജീവിക്കേണ്ടത് പിതാവായ ഏക ദൈവത്തിന് വേണ്ടിയാകണമെന്ന്. കാരണം സകലവും സൃഷ്ടിച്ചത് പിതാവാണ്. താജ്മഹൽ നിർമ്മിച്ചത് ഷാജഹാൻ ചക്രവർത്തിയാണെന്ന് ചരിത്രം പറയുന്നു. സത്യത്തിൽ അദ്ദേഹം നിർമ്മിച്ചതല്ല, അദ്ദേഹം അതിനായി നിയോഗിച്ചവർ നിർമ്മിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം ഇങ്ങനെ തുടങ്ങുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തിരം ഉളവായി, ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഇത് വെച്ച് ചിലരൊക്കെ പറയുന്നു യേശുക്രിസ്തുവാണ് ഏകദൈവമെന്ന്. ഇത് തീർത്തും തെറ്റാണ്. വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. കിട്ടുവിൻ്റെ കൂടെ മോട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർ 2 പേരാണെന്ന് മനസ്സിലാക്കാം. ദൈവത്തിൽ നിന്ന് യേശുക്രിസ്തു മുന്നമേ ജനിച്ചിരിക്കുന്നു. ദൈവം മനുഷ്യനെ ഉണ്ടാക്കി, എന്നാൽ യേശുക്രിസ്തുവിനെ ജനിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഉണ്ടാക്കുന്നതും ജനിപ്പിക്കുന്നതും വ്യത്യാസമുണ്ട്. ദൈവം അങ്ങനെ ആരെയും ജനിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ ആദ്യജാതൻ, ഏകജാതൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. യേശുക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയച്ചു എന്നാണ് പറയുന്നത്. യോഹന്നാൻ 8:42 ഇങ്ങനെ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വയമായി വന്നതല്ല, അവൻ എന്നെ അയച്ചതാണ്. ആരാവൻ? ദൈവം. അതുപോലെ തന്നെ യോഹന്നാൻ 17:3 ഇങ്ങനെ കാണാം, ഏക ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്തിനാണ് ദൈവം യേശുക്രിസ്തുവിനെ അയച്ചത്? യേശുക്രിസ്തു മൂലം
മാനവകുലം രക്ഷ പ്രാപിക്കാനാണ്. എന്താണ് രക്ഷ? പാപം മൂലം ദൈവ സ്വഭാവം നഷ്ടപ്പെട്ട മനുഷ്യനെ യേശു ക്രിസ്തുവിലൂടെ ദൈവമക്കളാക്കുന്നു. യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ച് അവിടുന്ന് പറഞ്ഞ വചനങ്ങളാൽ ജീവിതത്തെ നയിക്കപ്പെടാൻ ഏറ്റെടുക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ രക്ഷ ഉറപ്പാണ്. യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അവരിൽ തന്നെ ഒരു സാക്ഷ്യമുണ്ട്. ആ സാക്ഷ്യം അവരുടെ ഉള്ളത്തിൽ കർത്താവിൻ്റെ ജീവാത്മാവിൻ്റെ സ്വരം കേൾക്കാൻ കഴിയുന്നു എന്നതാണ്. വീണ്ടും 1 കൊരിന്ത്യർ 8:6 ബാക്കി കൂടി നമുക്ക് നോക്കാം. യേശു കർത്താവ് എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തിരം സകലവും അവൻ മുഖാന്തിരം നാമും ആകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവ് ഇല്ല. ഈ അറിവ് ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാണ്. അറിയേണ്ടത് അറിയണം. നമുക്ക് ഏക ദൈവമാണുള്ളത്. ആ ദൈവത്തിന് വേണ്ടി നാം ജീവിക്കണം. പിന്നെ നമുക്ക് ഏക കർത്താവുമുണ്ട്. ആ കർത്താവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കണം. ആ കർത്താവിലാണ് നാം നിത്യജീവനെ പ്രാപിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഉയരും, യേശു ക്രിസ്തു ദൈവമല്ലേ? മനുഷ്യനിൽ നിന്ന് ജനിക്കുന്നവൻ മനുഷ്യൻ തന്നെയല്ലേ? അപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നവൻ ആരാകും? യേശു ക്രിസ്തു ദൈവമാണോ? ഈ ചോദ്യത്തിൻ്റെ ആവശ്യം ഇല്ല. യോഹന്നാൻ 5:18 ദൈവം സ്വന്തം പിതാവ് എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. അപ്പോൾ യഹൂദന്മാർക്ക് കാര്യം പിടികിട്ടി. യേശു ക്രിസ്തുവിന് ദൈവത്വം ഉണ്ട്, മാത്രമല്ല നമ്മെയും ദൈവത്വത്തിൽ പങ്കുകാരാക്കുന്നു. നാമും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇങ്ങനെ ദൈവമക്കളായവരെല്ലാം ദൈവ കുടുംബത്തിലെ അംഗങ്ങൾ ആകുന്നു. എഫേസ്യർ 2:19 ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളും അല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. യേശുക്രിസ്തു നമ്മെ എങ്ങനെയാണ് ദൈവമക്കളാക്കുന്നത്? അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 2:38 വരാം. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം ഏൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. മാളിക മുറിയിൽ വെച്ച് ലഭിച്ച പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ടാണ് പത്രോസ് ഇത് പറയുന്നത്. ഇവിടെ പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം, എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കണം. ചുമ്മാ പരിശുദ്ധാത്മാവിനെ കിട്ടത്തില്ല. യേശുക്രിസ്തുവിലുള്ള സ്നാനം, അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കണം. യോഹന്നാൻ 3:5 യേശുക്രിസ്തു നിക്കോദേമോസിനോട് പറയുന്നു, ഒരുവൻ ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല. ഇവിടെ പറയുന്ന ജലം എന്നത് സ്നാനക്കുളത്തിലെ ജലമല്ല. സ്നാനക്കുളത്തിലെ ജലത്തിന് ശരീരത്തിലെ അഴുക്ക് വേണമെങ്കിൽ കളയാം. സോളിൻ്റെ അഴുക്ക് കളയാൻ സാധിക്കുമോ? കഴിയില്ല. കഴിയുന്നത് ഇങ്ങനെയാണ്. യേശുക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ അവിടുത്തെ ജീവൻ നമ്മിലേക്ക് വരുന്നു. യോഹന്നാൻ 1:4 അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എങ്ങനെയാണ് വെളിച്ചമാകുന്നത്? യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മിൽ വചനമാകുന്ന ജീവൻ്റെ നദിയാകുന്നു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ നമ്മളിൽ വചനം വ്യക്തിത്വം സ്വീകരിക്കുന്നു. നമ്മോട് സംസാരിക്കുന്ന, നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന യേശുക്രിസ്തുവിൻ്റെ ജീവാത്മാവിൻ്റെ വ്യക്തിത്വം, അതായത് യേശുക്രിസ്തു പറഞ്ഞ കാര്യസ്ഥൻ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പറഞ്ഞു തന്നുകൊണ്ട് നമ്മെ ബോധമുള്ളവരാക്കുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സകല സത്യത്തിലും വഴി നടത്തുന്ന സത്യാത്മാവ്. ഈ ആത്മാവിൻ്റെ നടത്തിപ്പിനോട് നാം സഹകരിച്ചാൽ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെടും. വീണ്ടെടുപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് സകല കഷ്ടങ്ങൾക്കും കാരണമായ
പാപത്തിൽ നിന്നുമുള്ള മോചനം. പാപത്തിൽ നിന്ന് മോചനം കിട്ടാനാണ് നാം യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കുന്നത്. പത്രോസ് പറഞ്ഞത് ഇതല്ലേ, നിങ്ങൾ പാപമോചനത്തിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കുവിൻ. ഈ സ്നാനത്തെ പറയുന്ന മറ്റൊരു വാക്കാണ് വീണ്ടെടുപ്പ്. റോമ 8 ഇങ്ങനെ തുടങ്ങുന്നു: ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധി ഇല്ല. എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ഗലാത്യർ 4:6 കൂടി നമുക്ക് നോക്കാം. നിങ്ങൾ മക്കളാകൊണ്ട് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ആദ്യ ആത്മദാനം കർത്താവിൻ്റെ ജീവാത്മാവാണ്. ഈ ആത്മാവ് നമ്മിൽ ഒരു വ്യക്തി ആയി മാറുന്നു. ഈ ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നാം ദൈവമക്കൾ ആകുന്നത്. ആദ്യം നമുക്ക് വീഴ്ചകളൊക്കെ സംഭവിക്കാം, എങ്കിലും ആത്മാവിൽ നടക്കാൻ പരിശീലിക്കണം. റോമ 8:23 പറയുന്നു: ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരുങ്ങുന്നു. സമ്പൂർണ്ണ മാറ്റം നടക്കണം. പാപത്തിൽ നിന്ന് പൂർണ്ണ മോചനം ഉണ്ടാകണം. അതുവരെ ഞെരുക്കം, ഹൃദയവേദന ഒക്കെ ഉണ്ടാകും. ജയം കിട്ടുന്നത് വരെ പരിശ്രമിക്കണം. പിന്മാറരുത്. പഴയ പാപ സ്വഭാവം, തഴക്കദോഷങ്ങൾ എല്ലാം നമ്മിൽ നിന്ന് പോകണം. കർത്താവിൻ്റെ ആത്മാവ് അതിനുള്ള പരിശീലന മാർഗം പറഞ്ഞ് തന്നിട്ടുണ്ട്. ആ മാർഗമാണ് ഹോളി യോഗയുടെ സാധന. അതെനിക്ക് പറഞ്ഞു തന്ന എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു സാധനക്രമമാണ്. പരിശുദ്ധാത്മാവ് എന്നെ നടത്തിയ വിധമാണ് അത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ വിശുദ്ധ പത്രോസ് പറയുന്നു, വിശുദ്ധ പൗലോസ് പറയുന്നു, പുതിയ സൃഷ്ടിയാകുന്നതാണ് പരമപ്രധാനം. യേശുക്രിസ്തുവിൻ്റെ ജീവാത്മാവിലൂടെ നാം ശുദ്ധരായതിനു ശേഷമാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ ദൈവ തേജസ് നമുക്ക് ലഭിക്കുന്നത്. ഈ തേജസ് ദൈവത്തിൻ്റെ ആത്മാവാണ്, ഉയരത്തിലെ ശക്തിയാണ്. ഈ ആത്മാവ് ഒരു വ്യക്തിയല്ല. 2 കൊരിന്ത്യർ 3:18 നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. റോമ 5:2 കൂടി നമുക്ക് നോക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതായത് നമ്മിൽ വാഴുന്ന കർത്താവിൻ്റെ ജീവാത്മാവ് ദൈവത്തിൻ്റെ തേജസ് മേൽക്കുമേൽ സ്വീകരിച്ച് യേശു കർത്താവിൻ്റെ പ്രതിമയാക്കി മാറ്റുന്നു. യേശു ക്രിസ്തു ദൈവ തേജസ്സിനെ സ്വീകരിച്ച് ദൈവത്തോടു കൂടെയാണ് മനുഷ്യനായിരുന്ന കാലത്തും ജീവിച്ചിരുന്നത്. ഈ അവസ്ഥയിലേക്ക് നമ്മെയും മാറ്റുന്നു. റോമ 6:6 നാം ഇനി പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. അങ്ങനെ മരിച്ചവർ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. അതിൻ്റെ 11 വാക്യം കൂടി വായിക്കാം. അവണ്ണം പാപസംബന്ധമായി മരിച്ചവർ എന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിനായി ജീവിക്കുന്നവർ എന്നും നിങ്ങളെ തന്നെ എണ്ണുവിൻ. ഇപ്പോൾ ബോധ്യമായല്ലോ, യേശു ക്രിസ്തുവിൻ്റെ ദൗത്യം നമ്മെ വിശുദ്ധീകരിക്കുന്ന ദൗത്യമാണ്. നാം ജീവിക്കേണ്ടത് ആർക്ക് വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടിയാണ്. അപ്പോൾ യേശു ക്രിസ്തുവും ദൈവവും ഒന്നല്ല, അവർ 2 വ്യക്തിത്വങ്ങളാണ്. ഈ ഒരു വസ്തുത നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ
യേശുക്രിസ്തുവാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് തെറ്റാണെന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് വലിയൊരു അറിവാണ് സത്യത്തിൽ. അപ്പോൾ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.